നമ്മൾ ഇപ്പോൾ മൊഡ്യൂൾ 4 ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ ലാറ്ററലി സപ്പോർട്ടഡും ലാറ്ററലി അൺസപ്പോർട്ടഡിൻ്റെ പോർഷനും കഴിഞ്ഞു. ഇനി നമുക്കുള്ളതെന്ന് പറയുന്നത് ബിൽട്ടപ്പ് ബീംസ് ആണ്. ഓക്കെ, സോ അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ബിൽട്ടപ്പ് ബീംസ് എന്ന് പറയുന്നത്. സോ ബിൽട്ടപ്പ് ബീംസ് എന്ന് പറയുന്നത് എന്താണ്, അതിനെ നമ്മൾ കോമ്പൗണ്ട് ബീംസ് എന്നും പറയും. ഈ ബീംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതായിരുന്നു. ഒരു ഐ സെക്ഷൻ കാണും. ഈ ഐ സെക്ഷൻ്റെ മുകളിൽ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യും, പ്ലേറ്റ്സ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സെക്ഷനെയാണ് നമ്മൾ ബിൽട്ടപ്പ് ബീംസ് അല്ലെങ്കിൽ ബിൽട്ടപ്പ് കോളംസ് ബിൽട്ടപ്പ് ബീംസ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ബീംസ് എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ നേരത്തെ എന്ത് ചെയ്തിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളത്. എന്താണ് സെക്ഷൻ എന്നുള്ളത്. ഓക്കെ, സോ നമുക്കിപ്പം റെസിസ്റ്റ് ചെയ്യാനുള്ള മൊമെൻ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ നമുക്കൊരു ഐ സെക്ഷൻ പ്രൊവൈഡ് ചെയ്തതുകൊണ്ട് മാത്രം ആവത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിലാണെങ്കിൽ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യണം, ബിൽട്ടപ്പ് ബീംസ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, സോ നമുക്കതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് തുടങ്ങാം. സോ ഇത് ഓൾമോസ്റ്റ് ഏകദേശം മറ്റതുപോലെ സെയിം ആണ്. പക്ഷേ എന്താണ് ഇസഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ സ്ഥലത്ത് എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, so design a simply supported beam of 10 meter effective span carrying a total factored load of 16 kilonewton per meter. The depth of the beam should not exceed 500 meter. The compression flange of the beam is laterally supported by floor construction. Assume stiff and bearing is 75 mm. Okay, സോ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെന്ന് തന്നിട്ടുണ്ട്, ഒരു 10 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്, ഫാക്ടർ ലോഡ് തന്നിട്ടുണ്ട്, ഡെപ്ത്ത് എന്തിന് കൂടാൻ പാടില്ല എന്ന് തന്നിട്ടുണ്ട്, 500 mm കൂടാനായിട്ട് പാടില്ല എന്ന് തന്നിട്ടുണ്ട്, ആൻഡ് ലാറ്ററലി സപ്പോർട്ടഡ് ആണെന്ന് തന്നിട്ടുണ്ട്, ആൻഡ് സ്റ്റിഫ് ആൻഡ് ബിയറിങ്, അതായത് നമ്മുടെ B1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 75 mm ആണെന്നും തന്നിട്ടുണ്ട്. സോ നമുക്കിത് ലാറ്ററലി സപ്പോർട്ടഡ് ബീമാണെന്ന് മനസ്സിലായി. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, കോമ്പൗണ്ട് ബീമാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. സോ അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് താഴോട്ട് വരുമ്പോൾ പറയാം. സോ ആദ്യം നമ്മൾ ലാറ്ററലി സപ്പോർട്ടഡിൻ്റെ സ്റ്റെപ്സ് തന്നെ എഴുതിപ്പോവും. ഓക്കെ, ആദ്യം ഗിവൺ തിങ്സ് എല്ലാം എഴുതി. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോഡ് കാൽക്കുലേഷൻ. ലോഡ് കാൽക്കുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ലോഡ്, 16 kilonewton per meter ആണ്. ഈ 16 kilonewton per meter എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ഫാക്ടേർഡ് ലോഡാണ്. ഓക്കെ, അപ്പോൾ ഫാക്ടേർഡ് ലോഡ് തന്നെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് 16 kilonewton per meter എന്ന് പറയുന്നത്. സോ നമുക്കത് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം, എഴുതാം. ഓക്കെ, അടുത്തതെന്ന് വെച്ചാൽ എന്താണ്, ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് കാൽക്കുലേഷൻ എന്ന് പറയാം. സോ ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് കാൽക്കുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്, നമുക്ക് സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. സോ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, WL²/8. സോ ഡബ്ല്യുവിൻ്റെ വാല്യൂ 16 ആണ്, എല്ലിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ ലെങ്ത് എന്ന് പറയുന്നത് എത്ര മീറ്ററാണ്, 10 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. സോ 16 × 10²/8 715 kilonewton meter ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ അങ്ങനെ കിട്ടി. ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു WL²/8 ആൻഡ് മാക്സിമം ഷിയർ ഫോഴ്സ്. ഓക്കെ, മാക്സിമം ഷിയർ ഫോഴ്സ് എന്നുള്ള വാല്യൂ എന്ന് പറയുന്നത് V ആണ്. ഓക്കെ, V ഈസ് ഈക്വൽ ടു എന്താണ്, WL/2. ഓക്കെ, മാക്സിമം ഷിയർ ഫോഴ്സ് V ഈസ് ഈക്വൽ ടു W × L/2 ആൻഡ് ഡബ്ല്യുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 16 ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്നത് 10 ആൻഡ് ഡിവൈഡഡ് ബൈ 2. അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് മാക്സിമം ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും വരെ നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ്. ആൻഡ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ്. ഓക്കെ, അത് ZP റിക്വയർഡ് എങ്ങനെയായിരുന്നു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, M × Γm0/Fy ആൻഡ് M എന്ന് പറയുന്നത് നമ്മൾ 715 kilonewton meter ആണ്. അതിനെ ന്യൂട്ടൺ MM ഇൻറ്റു 10⁻⁶ കൊണ്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇൻറ്റു 10⁻⁶ ഇൻറ്റു എന്താണ്, Γm0 എന്ന് പറയുന്നത് 1.1 ആണ്, ഡിവൈഡഡ് ബൈ Fy എന്ന് പറയുന്നത് എന്താണ്, 250. ഓക്കെ, അപ്പം അതെന്ത് ചെയ്യുന്നു, നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ആൻഡ് അവിടെ എന്ന് പറയുന്നത് Z റിക്വയർഡ് എന്ന് പറയുന്നത് 3300 × 10³ mm³. ഓക്കെ, അതിലാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ZP റിക്വയർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് സോ നമ്മുടെ ZP റിക്വയർഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം എന്തുണ്ട്, സെലക്ഷൻ ഓഫ് സെക്ഷൻ എന്ന് പറയുന്നു. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെക്ഷൻ സെലക്ട് ചെയ്യണം അല്ലേ. അപ്പം സെക്ഷൻ സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾക്ക് ഒരു ZP വാല്യൂ നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എങ്ങോട്ട് നോക്കുമായിരുന്നു, നമ്മുടെ അനക്സ് വെച്ച് പോയി, അതായത് പേജ് നമ്പർ 138 പോയിട്ട് അതിൻ്റെ നിന്നും ഹയർ ആയിട്ടുള്ളൊരു ZP വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിന് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു സെക്ഷൻ എടുക്കും.
പക്ഷേ ഇവിടെ നോക്ക്, ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഡെപ്ത് എന്ന് പറയുന്നത് 500 mm കൂടാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ 500 mm കുറഞ്ഞൊരു ഡെപ്ത് ഉള്ള ഒരു സെക്ഷൻ എടുക്കുന്നു, ബീം സെക്ഷൻ എടുക്കുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ISMB 450 ആണ് നമ്മൾ എടുത്തത്. ഓക്കെ, എന്നിട്ട് നമ്മൾ പറയുന്നു അതിൻ്റെ മുകളിൽ, സോ ഡെപ്ത് കിട്ടാത്തതുകൊണ്ട് ഇവിടെ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇങ്ങനൊരു കണ്ടീഷൻ വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് മാക്സിമം ആ സെക്ഷൻ വെച്ച്, ഇപ്പോൾ ISMB 450 ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളതിൻ്റെ ZP/Z ഒന്ന് നോക്കാം. അതിൻ്റെ ZP ഇതിൽ വലിയൊരു സെക്ഷൻ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. സോ അതിൻ്റെ ZP/Z എന്ന് വെച്ചാൽ 1533.36 × 10³ mm³ ആണ് അതിൻ്റെ ZP/Z. ഈ വാല്യൂ എവിടെ നിന്ന് എഴുതിയെന്ന് അറിയാമല്ലോ, ഇത് നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസിൽ നിന്ന് എഴുതുന്നതാണ്. ഓക്കെ, സോ നമുക്ക് പക്ഷേ എത്ര വേണം, 3300 എന്ന് പറയുന്നൊരു വാല്യൂ വേണം. പക്ഷേ നമ്മളുടെ കയ്യിൽ 1533 മാത്രമേ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ അങ്ങനെയുള്ളൊരു കേസിൽ സെക്ഷൻ്റെ കൂടെ നമ്മൾ എന്തും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നു, ഫ്ലാഞ്ചസും കൂടെ പ്രൊവൈഡ് ചെയ്യണം. സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത് ഇതൊരു ബിൽഡപ്പ് കോളംസ് അല്ലെങ്കിൽ ഒരു ബിൽഡപ്പ് ബീം അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ബീമാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായോ? നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ZP അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. സോ നമ്മളതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം എഴുതി. ആൻഡ് SP6 എന്ന് വന്ന് IZZൻ്റെയും IYYയുടെയും വാല്യൂയും കൂടെ നമ്മൾ എഴുതുന്നു. അതിൻ്റെ കൂട്ടത്തിൽ റേഡിയസ് അറ്റ് റൂട്ടും കൂടെ എഴുതുന്നു. ഓക്കെ, സോ നമ്മുടെ ZP റിക്വയർഡ് എന്ന് പറയുന്നത് എത്രയാണ്, 3300 × 10³ mm³. അതാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ZP അല്ലെങ്കിൽ സെക്ഷൻ മോഡുലസ് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നത് അതാണ്. ആൻഡ് ZP ഓഫ് ISMB 415 എന്ന് പറയുന്നത്, ഓക്കെ, അതെന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, 1533.36 × 10³ mm³. ഓക്കെ, അത്രയേ ഉള്ളൂ നമ്മുടെ ZP ഓഫ് ISMB എന്തെന്ന് പറയുന്നത്, 450 എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എന്തും കൂടെ ബാക്കിയും കൂടെ പ്രൊവൈഡ് ചെയ്യണം അല്ലേ. സോ ബാക്കി എത്രയും കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനുണ്ട്, 3300 മൈനസ് 1533.36. അപ്പം ഒരു വാല്യൂ കിട്ടുന്നതെന്ന് വെച്ചാൽ 1746.6 × 10³ mm³. ഇതാണ് എന്തെന്ന് പറയുന്നത്, നമുക്ക് ബാക്കി വരുന്ന ഒരു ZP എന്ന് പറയുന്നത്. ഈ ZP എന്ത് വെച്ചിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാനുള്ളത്, ആ കവർ പ്ലേറ്റ്സ് ആണ് ഈ ZP പ്രൊവൈഡ് ചെയ്യാനുള്ളത്. ഓക്കെ, അതായത് നമ്മുടെ രണ്ട് കവർ പ്ലേറ്റ്സിൻ്റെയും കൂടി ZP എത്ര വരണം, 1746.6 × 10³ mm³ എന്ന് പറഞ്ഞ് വരണം. ഓക്കെ, സോ എന്താണ് നമ്മൾ പറഞ്ഞത്, മൊത്തത്തിൽ എത്ര ZP വേണമായിരുന്നു, ഇത്ര ZP വേണം, പക്ഷെ നമുക്ക് ഇത്രേ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ബാക്കി നമുക്ക് എത്രയും കൂടെ പ്രൊവൈഡ് ചെയ്യണം, 1746.6 × 10³ കൂടെ പ്രൊവൈഡ് ചെയ്യണം. അത് ആരായിരിക്കും കൊടുക്കുന്നത്, ആ രണ്ട് കവർ പ്ലേറ്റ്സ് ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, സോ ZP ഓഫ് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്. ഓക്കെ, അപ്പം ZP ഓഫ് പ്ലേറ്റ്സ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ZP ഈസ് ഈക്വൽ ടു AP × D ഡിവൈഡഡ് ബൈ ഗാമ m0. ഓക്കെ, ഇതാണ് നമ്മുടെ പ്ലേറ്റിൻ്റെ ZPയുടെ ഇക്വേഷൻ. ഇതെന്തിനാണ് നമ്മൾ എഴുതിയെന്ന് വെച്ചാൽ, നമുക്ക് രണ്ട് പ്ലേറ്റ്സ് നമ്മൾ കൊടുക്കണം, അതിൻ്റെ സെക്ഷൻ മോഡുലസ് കിട്ടി, പക്ഷേ അത് ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, അതിൻ്റെ ഏരിയ വേണം അല്ലേ. അപ്പോൾ അതിൻ്റെ ഏരിയ നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്കുള്ളൊരു ഇക്വേഷനാണ് ഈ ഇക്വേഷൻ. നിങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കുക, ZP ഈസ് ഈക്വൽ ടു AP × D ഡിവൈഡഡ് ബൈ ഗാമ m0. ഓക്കെ, സോ ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഒരു ഇക്വേഷനാണ്. സോ അത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് APയുടെ വാല്യൂ ആണ് ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ആൻഡ് ZPയുടെ വാല്യൂ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ZP വാല്യൂ. ആൻഡ് D എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ ഡെപ്ത് ആൻഡ് ഡിവൈഡ് ബൈ ഗാമ m0. അപ്പം ഇവിടെ D കൊണ്ട് ഉദ്ദേശിക്കുന്ന ഡെപ്ത് എന്ന് വെച്ചാൽ നമ്മുടെ പ്ലേറ്റിൻ്റെ ഒരു സെൻറ്റർ തൊട്ട് മറ്റേ പ്ലേറ്റിൻ്റെ സെൻറ്റർ വരെയുള്ള ഈ ഒരു ഡെപ്തിനെയാണ് നമ്മൾ ക്യാപിറ്റൽ D ആയിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ വാല്യൂ നമ്മളുടെ കയ്യിലില്ല. പകരം നമ്മളുടെ കയ്യിലുള്ള വാല്യൂ ഏതാണ്, നമുക്ക് സെക്ഷൻ്റെ ഡെപ്ത് എത്രയാണെന്ന് അറിയാം അല്ലെ, ഇത് തൊട്ട് ഇതുവരെയുള്ള സെക്ഷൻ്റെ ഡെപ്ത് എത്രയാണെന്ന് അറിയാം. സോ നമ്മൾ അസ്യൂം ചെയ്യാണ് H ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ D എന്നുള്ളത്. ഓക്കെ, കാരണം നമ്മൾ വളരെ ചെറിയൊരു ഡെപ്തും കൂടെ എക്സ്ട്രാ വരത്തുള്ളൂ എന്നുള്ളൊരു അസംഷനിൽ നമ്മൾ H ഈസ് ഈക്വൽ ടു D എന്ന് അസ്യൂം ചെയ്തിട്ട് ആ സെയിം ഡെപ്ത് തന്നെ എന്ത് ചെയ്യുന്നു, ക്യാപിറ്റൽ Dയുടെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, സോ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, APയുടെ വാല്യൂ കിട്ടുന്നു. ഓക്കെ, ബാക്കിയുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് APയുടെ വാല്യൂ നമ്മൾ കിട്ടുന്നു. സോ AP ഈക്വൽ ടു 4269.5 mm² ആണെന്ന് കിട്ടി. ദെൻ
നമ്മളിനി അടുത്ത പറയുന്നതെന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നു, അപ്പം നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ആ പ്ലേറ്റിൻ്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കണം, അതായത് തിക്നെസ്സും വിഡ്ത്തും അല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ടോട്ടൽ ഏരിയ കിട്ടി. ഇനി നമ്മളതിൻ്റെ തിക്നെസ്, അതായത് വിഡ്ത്ത് ഓഫ് ദ പ്ലേറ്റും തിക്നെസ്സും എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ നമ്മളതിൻ്റെ വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ ഏരിയ ഡിവൈഡഡ് ബൈ തിക്നെസ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ തിക്നെസ് ഒരു അസ്യൂം ചെയ്യുന്നതാണ്. ഒരു 20 mm പ്ലേറ്റ്സ്, നമ്മൾ യൂഷ്വലി പ്ലേറ്റ്സിനെല്ലാം അസ്യൂം ചെയ്യുന്നത് സെയിം തിക്നെസ് 20 mm തന്നെയാണ്. സോ നമ്മൾ 20 mm എന്ന് പറയുന്നൊരു തിക്നെസ് അസ്യൂം ചെയ്യുന്നു. ആൻഡ് ഇപ്പോൾ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, വിഡ്ത്ത് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഏരിയ ബൈ തിക്നെസ് ചെയ്യുമ്പോൾ നമുക്ക് പ്ലേറ്റിൻ്റെ എന്ത് കിട്ടും, വിഡ്ത്ത് കിട്ടും. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ISMB 450 എന്ന് പറയുന്ന ഒരു പ്ലേറ്റും പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഐ സെക്ഷനും പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. മുകളിലും താഴെയായിട്ട് 220/20 mm പിന്നെ പ്ലേറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സോ നമ്മളുടെ എന്ത് ചെയ്തു, സെക്ഷൻ്റെ ഡിസൈൻ കഴിഞ്ഞ് അതിൻ്റെ സേഫ്റ്റി ചെക്കാണ് ബാക്കി വരുന്നത്. ഓക്കെ, സോ അതിൻ്റെ ശേഷം അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ എന്ത് ചെയ്തു, സെക്ഷൻ എല്ലാം ചൂസ് ചെയ്തതിന് ശേഷം അടുത്തൊരു സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, സെക്ഷൻ ക്ലാസിഫിക്കേഷനാണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. സെക്ഷൻ ക്ലാസിഫിക്കേഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ ടേബിൾ 2ൽ പോകും അല്ലേ. നേരത്തെയുള്ള വീഡിയോസ് നോക്കുക എങ്ങനെയാണ് സെക്ഷൻ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന്. നമ്മൾ ടേബിൾ 2ൽ പോകുന്നു. ടേബിൾ 2ൽ പോയിട്ട് പേജ് നമ്പർ 8ൽ നോക്കുന്നു. ഓക്കെ, സെക്ഷൻ ക്ലാസിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലാസ്റ്റിക് ആണോ, സെമി കോമ്പാക്റ്റ് ആണോ, കോമ്പാക്റ്റ് ആണോ നമ്മളുടെ സെക്ഷൻ എന്നാണ് നോക്കുന്നത് അല്ലേ. സോ അപ്പം സെക്ഷൻ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ആദ്യം എന്താ ചെക്ക് ചെയ്യുന്നത്, B/TF അല്ലേ. സോ B ഈസ് ഈക്വൽ ടു എന്താണ്, BF ഡിവൈഡഡ് ബൈ 2 ആണ്. ഓക്കെ, സോ ഈക്വൽ ടു നമ്മുടെ ടോട്ടൽ BF എന്ന് പറയുന്നത് എത്രയാണ്, 115 mm ആണ് അല്ലേ. അതായത് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച്. അപ്പം B ഈസ് ഈക്വൽ ടു BF/2 ആണ്. 150/2 ഈസ് ഈക്വൽ ടു 75 mm എന്ന് കിട്ടി. സോ ആൻഡ് അതിൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കുന്നു. സോ നമുക്ക് 4.3 ആണ് വാല്യൂ കിട്ടിയത്. 4.3 എന്ന് പറയുന്നത് 9.4 എപ്സിലോണിനേക്കാൾ ചെറുതാണ്. സോ ആദ്യത്തെ കണ്ടീഷനിൽ സെക്ഷൻ എന്താണെന്ന് കിട്ടി, പ്ലാസ്റ്റിക് ആണെന്ന് കിട്ടി. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ എന്താണ്, D/TW. ഓക്കെ, സോ D/TW എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ടോട്ടൽ D എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ഐ സെക്ഷൻ്റെ ഡെപ്താണ്. ആ ഡെപ്ത്ത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നമുക്ക് ടോട്ടൽ അതായത് ഐ സെക്ഷൻ്റെ ഡെപ്ത്ത് അല്ല, നമ്മുടെ വെബിൻ്റെ ഡെപ്ത്താണ് എന്തെന്ന് പറയുന്നത്, D ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. സോ അത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്, ടോട്ടൽ ഡെപ്ത്ത് നിന്ന് അതായത് ടോട്ടൽ ഡെപ്ത്ത് എത്രയാണ്, 450 മൈനസ് എന്ത് ചെയ്യുമായിരുന്നു, നമ്മൾ 2 ഫ്ലാഞ്ചിൻ്റെ തിക്നെസ് കുറയ്ക്കുമായിരുന്നു അല്ലേ. ഫ്ലാഞ്ചിൻ്റെ തിക്നെസ് എന്ന് പറയുമ്പം 17.4 പ്ലസ് ആൻഡ് നമ്മൾ പറഞ്ഞു ഇവിടെ ചെറിയൊരു കർവേച്ചറുണ്ട്. കറക്റ്റ് നമ്മുടെ ഐ സെക്ഷൻ ഇങ്ങനെയല്ല ഇരിക്കുന്നത്, ഇവിടെ ചെറിയൊരു വളവുണ്ട്. സോ ആ റേഡിയസും കൂടെ എന്ത് ചെയ്യണം, കുറയ്ക്കണം അല്ലേ. സോ ടോട്ടൽ 450, ആ റേഡിയസ് എന്ന് പറയുന്നത് 15 mm ആണ് അല്ലേ. നമ്മൾ നേരത്തെയും ചെയ്തിട്ടുള്ളതാണ് സ്മോൾ d എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുണ്ട് ഉള്ളത്. അപ്പം അതിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും പ്രീവിയസ് വീഡിയോയും കൂടെ ഒന്ന് നോക്കുക. ഓക്കെ, സോ അതും നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും 84 എപ്സിലോണിന് കുറവാണെന്ന് കിട്ടി. സോ സെക്ഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും, പ്ലാസ്റ്റിക് ആണെന്ന് മനസ്സിലാവും. സോ അത് ആ സെക്ഷൻ ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തേർഡ് കണ്ടീഷനായ D/TW ലെസ് ദാൻ 64 എപ്സിലോൺ ആണോ എന്ന് നോക്കുക. ആൻഡ് വെബ് ഈസ് നോട്ട് സക്സസ്സബിൾ ടു ഷിയർ ബക്ലിംഗ്, അതും കൂടെ എന്ത് ചെയ്യാം, കണ്ടുപിടിക്കുക. ഓക്കെ, സോ അതിലൂടെ നമുക്ക് സെക്ഷൻ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. അടുത്ത സെക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, ചെക്ക് ഫോർ ഷിയർ ആണ്. ഓക്കെ, ഷിയറിൻ്റെ ചെക്കാണെന്നാണ് പറയുന്നത്. സോ ക്യാപിറ്റൽ V ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടി നമുക്ക്, ടോട്ടൽ കിട്ടുന്ന ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ V എന്ന് പറയുന്നത് എന്താണ്, 300 kN ആണ് അല്ലേ. സോ 300 kN ആണ് നമ്മുടെ ക്യാപിറ്റൽ V എന്ന് പറയുന്നത്. സോ VD എന്ന് പറയുന്നത് ആൻഡ് ഡിസൈൻ ഷിയർ ഫോഴ്സ് VD ഈസ് ഈക്വൽ ടു VN/γ m0. അതാണല്ലോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഷിയർ ഫോഴ്സിൻ്റെ അതേ ഇക്വേഷനാണ്. അവിടെ AV എന്ന് പറഞ്ഞാൽ എന്താണ്, H/TW, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ. H എന്ന് പറയുന്നത് ടോട്ടൽ ഹൈറ്റ്, TW എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദ വെബ്. അങ്ങനെ നമ്മുടെ VD ഗ്രേറ്റർ ദാൻ V ആണെന്നുണ്ടെങ്കിൽ സേഫാണ്. ഇതെല്ലാം നേരത്തെ നമ്മൾ ലാറ്ററലി സപ്പോർട്ട് ചെയ്തിട്ടുള്ള അതേ സംഭവം തന്നെയാണ്. ഓക്കെ, സോ ഷിയർ ചെക്ക് ചെയ്തതിന് ശേഷം എന്തായിരുന്നു നമ്മളുടെ ലോ ഷിയർ ആണോ ഹൈ ഷിയർ ആണോ എന്നും കൂടെ നമ്മൾ ചെക്ക് ചെയ്യും അല്ലേ. അപ്പം സോ V ലെസ് ദാൻ 0.6 VD ആണെന്നുണ്ടെങ്കിൽ ലോ ഷിയർ, V ഗ്രേറ്റർ ദാൻ 0.6 VD ആണെന്നുണ്ടെങ്കിൽ ഹൈ ഷിയർ. സോ നമ്മൾ 0.6 × VD ചെയ്യും അല്ലേ.
അപ്പോൾ നമുക്ക് 333.024 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. സോ വി ലെസ് ദാൻ 0.6 വി ഡി ആണ്. സോ നമുക്ക് എന്തെന്ന് കിട്ടും? ലോ ഷിയർ ആണെന്ന് കിട്ടും. ഓക്കെ, സോ ഇതുവരെ നമ്മൾ ഏകദേശം നേരത്തെ ചെയ്ത സ്റ്റെപ്പ് തന്നെയാണ്. ആകെ ഒരു ഡൗട്ട് വന്നത് നമ്മൾ സെക്ഷൻ ക്ലാസിഫിക്കേഷൻ ചെയ്തതിൽ, അതായത് സെക്ഷൻ ചൂസ് ചെയ്ത സെക്ഷനിൽ മാത്രമേ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ഇനി വരുന്ന സ്റ്റെപ്പിലാണ് ഇനി കുറച്ചൊക്കെ വ്യത്യാസം വരുന്നത്. സോ അതിൽ ചെക്ക് ഫോർ മൊമെൻ്റ് ആണ് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ലോ ഷിയർ ആണെങ്കിൽ മൊമെൻ്റ് പേജ് നമ്പർ 53 ഇക്വേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യാനുള്ളത്. So MD is equal to beta B into ZP into Fy by gamma m0. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ആ ഇക്വേഷൻ നമ്മൾ എഴുതി അല്ലേ. സോ ഇതിൽ തന്നെ നമ്മൾ എന്തും കൂടെ ചെക്ക് ചെയ്യണം, റിവേഴ്സിബിൾ ഡിഫോർമേഷൻ. അതായത് ഇവിടുത്തെ നമ്മുടെ ZP എന്ന് പറയുന്നത് നമ്മൾ നേരത്തേക്ക് ഡയറക്റ്റ് ചെയ്ത് സെക്ഷനാണ് എടുത്ത് അതിൻ്റെ ZP എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റായിട്ട് ഇടായിരുന്നു അല്ലേ. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിടാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്, നമ്മുടെ ZP എന്ന് പറയുന്നത് ഇവിടെ ZP ഓഫ് ഐ സെക്ഷൻ പ്ലസ് ZP ഓഫ് എന്താണ് പ്ലേറ്റ്സ് ആണ് അല്ലേ. സോ നമ്മുടെ എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഫുള്ളായിട്ട് നേരത്തെ നമുക്ക് ഡയറക്റ്റ് ZP SP6 എന്ന് എഴുതായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ എഴുതാൻ പറ്റുമോ? കാരണം ഇവിടെ നമുക്ക് ഓൾറെഡി പ്ലേറ്റ്സ് ഉണ്ട്. പ്ലേറ്റ്സിൻ്റെ മുകളിൽ എന്തുണ്ട്? ഇവിടെ ഓൾറെഡി നമുക്ക് ഐ സെക്ഷൻ ഉണ്ട്, അതിൻ്റെ മുകളിൽ 2 പ്ലേറ്റ്സ് ഉണ്ട്. സോ നമ്മുടെ ടോട്ടൽ ZP എന്ന് പറയുന്നത് ഇവിടെ ZP ഓഫ് ഐ സെക്ഷൻ പ്ലസ് ZP ഓഫ് പ്ലേറ്റ്സ് ആയിരിക്കും അല്ലേ. സോ ആദ്യം നമുക്ക് ZP ഓഫ് ഐ സെക്ഷൻ നമുക്ക് ഡയറക്റ്റ് എവിടെ നിന്ന് കിട്ടും? കോഡിൽ നിന്ന് ഡയറക്റ്റ് ZP ഓഫ് എന്ത് കിട്ടും? ഐ സെക്ഷൻ കിട്ടും. പക്ഷേ ZP ഓഫ് പ്ലേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ അതിന് ശേഷം ZP ഓഫ് പ്ലേറ്റ്സ് വിൽ ബി ഈക്വൽ ടു AP ഇൻറ്റു DC പ്ലസ് AP ഇൻറ്റു എന്താണ് DT. ഓക്കെ, സോ അതിൽ തന്നെ നമുക്ക് എന്താണ് DC എന്താണ് DT എന്ന് നോക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് ഐ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ നമ്മൾ യൂഷ്വലി പറയുന്നത് എന്താണ്, മുകളിലുള്ളതിനെ നമ്മൾ കംപ്രഷൻ എന്നും താഴെയുള്ളതിന് നമ്മൾ ടെൻഷൻ ഫ്ലാഞ്ച് എന്നായിരിക്കും പറയുന്നത്. സോ മുകളിലോട്ടുള്ളത്, അതായത് കംപ്രഷൻ്റെ സൈഡിലോട്ട് വരുന്ന, അതായത് നമ്മുടെ സെൻട്രോയിഡ് തൊട്ട് മുകളിലുള്ള പ്ലേറ്റിൻ്റെ സെൻറ്റർ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ്, അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് DC എന്ന് പറയുന്നത്. ആൻഡ് സെൻറ്റർ തൊട്ട്, അതായത് നമ്മുടെ ടോട്ടൽ സെൻറ്റർ തൊട്ട് എന്താണ് താഴത്തെ പ്ലേറ്റിൻ്റെ സെൻറ്റർ വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിന് നമ്മൾ DT എന്ന് പറയും. സോ മൊത്തത്തിൽ നമ്മുടെ ZP ഓഫ് പ്ലേറ്റ് എന്ന് പറയുന്നത് എന്താണ്? AP ഇൻറ്റു DC പ്ലസ് AP ഇൻറ്റു എന്താണ് DT, മുകളിലും താഴെയായിട്ടുള്ള ആ 2 സെക്ഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് DCയുടെയും എന്താണ് DPയുടെയും വാല്യൂ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യണം. എന്തായാലും DCയും DPയും ഈക്വൽ ആയിരിക്കും. കാരണം ഇതൊരു സിമെട്രിക് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലോട്ടുള്ള ഇതേ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും താഴോട്ട് വരുന്ന ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് വേണ്ടത് ഈ പ്ലേറ്റിൻ്റെ സെൻറ്റർ തൊട്ട് ഇതുവരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത് DC ആയിട്ട് അല്ലേ. സോ നമ്മുടെ ടോട്ടൽ എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഓക്കെ, ടോട്ടൽ എത്രയാണ്? 450 ആണ്. നമുക്കറിയാം ഇത് തൊട്ട് ഇതുവരെ എന്താണ് 450 ആണ്. അപ്പോൾ ഇത് തൊട്ട് ഇതുവരെ എന്തായിരിക്കും? 450 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ കുറച്ചുകൂടെ അല്ലേ ഉള്ളൂ, ഈ പ്ലേറ്റിൻ്റെ സെൻറ്റർ വരെയാണ് നമ്മുടെ DC എന്ന് പറയുന്നത്. പ്ലേറ്റിൻ്റെ മൊത്തം എന്ന് പറയുന്നത് പ്ലേറ്റ് 20 അപ്പോൾ അതിൻ്റെ സെൻറ്റർ വരെ എന്തായിരിക്കും? 20/2 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 450 ഡിവൈഡഡ് ബൈ 2 ഏതാണ്? ഈ ഒരു ഡിസ്റ്റൻസ് പ്ലസ് എന്തായിരിക്കും? ഇതിൻ്റെ ഇതുകൊണ്ട് സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? 20 ഡിവൈഡഡ് ബൈ 2. അങ്ങനെയാണ് നമ്മുടെ DC ഈസ് ഈക്വൽ ടു DT എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ സെൻറ്റർ തൊട്ട് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ടോട്ടൽ DC എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസ്. സോ ആ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇത് തൊട്ട് ഇതുവരെ എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ 450 ഡിവൈഡഡ് ബൈ 2 പ്ലസ് പിന്നെ എന്താണ് നമുക്ക് വേണ്ടത്? ഈ ഒരു കുഞ്ഞു ഡിസ്റ്റൻസ് ആണ്, അതായത് ഈ പ്ലേറ്റ്സിൻ്റെ ഈ പാതി വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അതെന്ന് വെച്ചാൽ എന്താണ്? 20 ഡിവൈഡഡ് ബൈ 2. അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ടോട്ടൽ DC ഈസ് ഈക്വൽ ടു DT എന്ന് പറയുന്നത്. സോ നമുക്കത് എന്ത് ചെയ്യാം? ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ DC ഈക്വൽ ടു DT ഈസ് ഈക്വൽ ടു D/2 പ്ലസ് എന്താണ് 20/2, അതായത് 450/2 പ്ലസ് 20/2 വിച്ച് ഈസ് ഈക്വൽ ടു 235 mm എന്ന് കിട്ടും. ഓക്കെ, അതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് ZP ഓഫ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സോ അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ZP ഓഫ് പ്ലേറ്റ്സ്
കണ്ടുപിടിക്കാം. സോ ഇവിടെ ഞാൻ ഇസഡ് പി ഓഫ് പ്ലേറ്റ്സ് ഞാൻ ഇങ്ങനെ 2AP/DC എന്ന് എഴുതിയത് എന്തെന്ന് വെച്ചാൽ നമുക്ക് DC = DT ആണല്ലോ, രണ്ടും എന്ത് തന്നെയാണ്, സെയിം ഡിസ്റ്റൻസ് തന്നെയാണ്. സോ അതായത് ഇപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, AP × DC + AP × എന്തെന്ന് എഴുതാം, DC എന്ന് എഴുതാം. അതുകൊണ്ടാണ് 2AP/DC എന്ന് എഴുതിയത്. ഇതിലിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നിങ്ങൾക്ക് സെയിം വാല്യൂ തന്നെയാണല്ലോ വരുന്നത്. സോ ഇസഡ് പി ഓഫ് പ്ലേറ്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഇസഡ് പി ഓഫ് പ്ലേറ്റ്സ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഇസഡ് പി കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ടോട്ടൽ ഇസഡ് പി വിൽ ബി ഈക്വൽ ടു നമ്മുടെ ഐ സെക്ഷൻ്റെ ഇസഡ് പി പ്ലസ് എന്താണ്, പ്ലേറ്റിൻ്റെ ഇസഡ് പി. ഓക്കെ, സോ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, MD = βB × ZP × FY/γ M0. ഓക്കെ, സോ βBയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിട്ട് നമ്മൾ എടുക്കുന്നു. ആൻഡ് ZP = 3601.4 × 10³ ആണ് നമ്മുടെ ZPൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. FY എന്ന് പറയുന്നത് 250 ആണ്, ഡിവൈഡഡ് ബൈ γ M0 എന്ന് പറയുന്നത് 1.1 ആണ്. ഓക്കെ, സോ 818.5 × 10⁻⁶ Nm എന്ന് നമുക്ക് കിട്ടും. അതായത് 818.5 kN/m. അപ്പം MD എന്തായിരിക്കണം, എമ്മിനേക്കാൾ വലുതായിരിക്കണം, എങ്കിലേ നമ്മൾ സേഫ് കണ്ടീഷനാണെന്ന് പറയത്തുള്ളൂ. സോ അതെന്തായി ആയി, അതായത് നമ്മൾ MDയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, അപ്പം MDയുടെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്തും കൂടെ ചെക്ക് ചെയ്യണം, ഇറിവേഴ്സിബിൾ ഡിഫോർമേഷനും കൂടെ ചെക്ക് ചെയ്യണം. ഓക്കെ, ആ ഒരു കണ്ടീഷനും കൂടെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇറിവേഴ്സിബിൾ ഡിഫോർമേഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ MD വാല്യൂ എന്ന് പറയുന്നത്, അതായത് നമ്മളിവിടെ കിട്ടിയ ഡിസൈൻ മൊമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 1.2 × ZD × FY/γ M0. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തത് ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ലോഡ് കാൽക്കുലേറ്റ് ചെയ്തു, ആൻഡ് ദെൻ ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്തു, നേരത്തെ ചെയ്തതുപോലെ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മളുടെ ഡെപ്ത് എന്ന് പറയുന്നത് 500-നേക്കാൾ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ 450 ഉള്ളൊരു സെക്ഷൻ എടുത്തു. ആൻഡ് ബാക്കി വന്ന ZP വെച്ചിട്ട് നമ്മൾ 2 പ്ലേറ്റ്സ് പ്രൊവൈഡ് ചെയ്തു, അതിൻ്റെ ZP കണ്ടുപിടിച്ചിട്ട്. എന്നിട്ട് ആ പ്ലേറ്റ്സിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തു, അതിൻ്റെ ഡയമെൻഷൻസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സെക്ഷൻ ക്ലാസിഫിക്കേഷൻ, ചെക്ക് ഫോർ ഷിയർ, ലോ ഷിയർ ആൻഡ് ഹൈ ഷിയർ, ഇതെല്ലാം നമ്മൾ നേരത്തെ ലാറ്ററലി സപ്പോർട്ടഡ് ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ്. ആൻഡ് ദെൻ മൊമെൻറ്റ് ചെക്ക് ചെയ്തു. മൊമെൻറ്റ് ചെക്ക് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്തുണ്ട്, ഇറിവേഴ്സിബിൾ ഡിഫോർമേഷൻ ആണ് ചെക്ക് ചെയ്യാനുള്ളത്. മൊമെൻറ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളത് MD ആണ്. MD ഷുഡ് ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ M എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇവിടുത്തെ ZP കണ്ടുപിടിക്കാനായിരുന്നു ഒരു വ്യത്യാസം. ഇവിടുത്തെ ZP എന്ന് പറയുന്നത് നമ്മുടെ ഐ സെക്ഷൻ്റെ ZPയും വരും, പ്ലസ് പ്ലേറ്റിൻ്റെ എന്തും കൂടെ വരും, ZPയും കൂടെ വരും. ഓക്കെ, ആൻഡ് ZP ഓഫ് പ്ലേറ്റ് എന്ന് പറയുന്നത് എന്താണ്, AP × DC പ്ലസ് എന്താണ്, AP × DT ആണ്. ഓക്കെ, DCയും DT ഏത് ഡിസ്റ്റൻസ് ആണെന്ന് നമുക്കറിയാം. സോ ആ ഡിസ്റ്റൻസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് M കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഒന്നും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം, ഇറിവേഴ്സിബിൾ ഡിഫോർമേഷൻ എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ MD ലെസ് ദാൻ 1.2 ZD FY/γ M0 ആണ്. ഓക്കെ, സോ അതിൽ നമ്മൾ എന്തിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം, ZEയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അതിൽ നമുക്ക് നേരത്തെ ഉള്ള സെക്ഷനിൽ നമുക്ക് എന്തുണ്ടായിരുന്നു, ZEൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡയറക്റ്റ് നമുക്ക് സെക്ഷനിൽ നിന്ന് കിട്ടുമായിരുന്നു. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഐ സെക്ഷനും ഉണ്ട്, പ്ലേറ്റ്സും ഉണ്ട്. സോ നമുക്ക് യൂഷ്വലി നമുക്ക് പറയാം, ഒരു സാധനത്തിൻ്റെ എന്താണ് ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ZE എന്ന് പറയുന്നത് അതിൻ്റെ മൊമെൻറ്റ് ഡിവൈഡഡ് ബൈ ഹോൾ സെക്ഷൻ്റെ മൊമെൻറ്റ് ഡിവൈഡഡ് ബൈ y എന്ന് പറഞ്ഞാൽ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എക്സ്ട്രീം ഫൈബർ വരെയുള്ള, അതായത് ആ ഹോൾ സെക്ഷൻ്റെ സെൻറ്റർ തൊട്ട് ആ ഒരു സെക്ഷൻ്റെ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ y എന്ന് പറയുന്നത്. ഓക്കെ, അതായത് y എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് ഡിസ്റ്റൻസ് ആയിരിക്കും, ഇപ്പോൾ നമ്മളുടെ ടോട്ടൽ ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് ഐ സെക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ഐ സെക്ഷൻ്റെ സെൻറ്റർ തൊട്ട് എന്താണ് നമ്മളുടെ ഓക്കെ, ഐ സെക്ഷൻ്റെ സെൻറ്ററോട് നമ്മുടെ എക്സ്ട്രീം ഫൈബർ, അതായത് എക്സ്ട്രീം ഫൈബർ എന്ന് വെച്ചാൽ ഈ ഒരു എൻഡ്, അപ്പോൾ ഇതുവരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും y ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ IZZ കണ്ടുപിടിക്കണം. IZZ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്, അതായത് ഒരു ബിൽഡപ്പ് സെക്ഷൻ്റെ IZZ എന്ന് പറയുന്നത്. ഓക്കെ, അതേ രീതിയിൽ നമുക്ക് ഇവിടുത്തെ എന്ത് കണ്ടുപിടിക്കാം, IZZ കണ്ടുപിടിക്കാം. എല്ലാ ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. ഇൻ ഷോർട്ട്, അതായത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാമെങ്കിൽ പോലും IZZ എന്ന് പറയുമ്പോഴത്തേക്കും മൊത്തമുള്ള ആ ഒരു സെക്ഷൻ്റെ എന്ന് പറഞ്ഞാൽ ISMB, അതായത് നമ്മളുടെ ഐ സെക്ഷൻ്റെ IZZ പ്ലസ് ആ പ്ലേറ്റിൻ്റെ എന്താണ് IZZ ആണ്. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ 3rd മൊഡ്യൂളിൽ ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
അതൊന്ന് നോക്കുക. സോ ടോട്ടൽ ഈ ഒരു ബിൽഡപ്പ് സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ആ ഒരു എന്തെന്ന് പറയുന്നത് നമ്മളുടെ ഐ സെക്ഷൻ്റെ IZZ പ്ലസ് ആ പ്ലേറ്റ്സിൻ്റെ എന്താണ് IZZ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു IZZ1 എന്ന് പറയുന്നത് നമുക്ക് ഓക്കെ, അപ്പം നമുക്ക് IZZ ഓഫ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഐ സെക്ഷൻ്റെ IZZ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഡയറക്റ്റ് SP6 എന്ന് കിട്ടും. ഇനി പ്ലേറ്റ്സിൻ്റെ IZZ കാൽക്കുലേറ്റ് ചെയ്യണം. 2 പ്ലേറ്റ് ഉണ്ട്. യൂഷ്വലി ഒരു പ്ലേറ്റിൻ്റെ IZZ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ യൂഷ്വലി മൊമെൻ്റ് അനുസരിച്ച് IZZ ഈക്വൽ ടു എന്താണ് IZZ പ്ലസ് എന്താണ് A1H1² എന്നും കൂടെ വരും. ഓക്കെ, അപ്പം IZZ ഓഫ് പ്ലേറ്റ്സ് അല്ലെങ്കിൽ 2 ഇൻറ്റു IZZ ഓഫ് പ്ലേറ്റ് പ്ലസ് A1H1². ഓക്കെ, അപ്പം ഏരിയ ഓഫ് പ്ലേറ്റ്സ് A1 എന്ന് ഉദ്ദേശിക്കുന്നത് ഏരിയ ആണ്, ഏരിയ ഓഫ് പ്ലേറ്റ് ആണ് വേണ്ടത്, ഇൻറ്റു ഇൻറ്റു H1². H എന്ന് പറയുന്നത് ഏത് ഡിസ്റ്റൻസ് ആണ്? നമ്മളുടെ പ്ലേറ്റ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, നമ്മുടെ പ്ലേറ്റ്സ് ഇവിടെ ഉണ്ട്. നമ്മൾ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ വന്നു. നമ്മുടെ പ്ലേറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. സോ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് H എന്ന് പറയുന്നത്. അതായത് ഈ ഇപ്പം പ്ലേറ്റിൻ്റെ അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി ഇതാണ് നമ്മളുടെ പ്ലേറ്റ്, ഇത് നമ്മളുടെ എന്തെന്നാണ് ഐ സെക്ഷനാണ് എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, സോ ഇതിൻ്റെ എബൌട്ടായിട്ടുള്ള പ്ലേറ്റ്സിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ ഇത് ഹോൾ സെക്ഷൻ്റെ ZZ ആക്സിസ് ഇങ്ങനെ പോകും, ഐ സെക്ഷൻ്റെ ZZ ആക്സിസ് ഇങ്ങനെ പോകും. സോ A1H1 എന്ന് പറഞ്ഞാൽ ഈ 2 എന്താണ് പ്ലേറ്റുകൾ അല്ലെങ്കിൽ 2 സെൻട്രോയിഡൽ ആക്സിസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത് H എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ഡിസ്റ്റൻസ് തന്നെയല്ലേ നമ്മളുടെ DC ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ AP ഇൻറ്റു DC² എന്ന് കൊടുത്തിട്ടുള്ളത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതല്ലെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ 3rd മൊഡ്യൂൾ കംപ്രഷൻ മെമ്പേഴ്സ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ ബിൽഡപ്പ് മെമ്പേഴ്സിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ IZZ നെഗ്ലിജിബിൾ ആണെന്ന് പറയാം. കാരണം ചെറിയ പ്ലേറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ വലിയ ഐ സെക്ഷനെ വെച്ച് നോക്കുമ്പം ആ ചെറിയ പ്ലേറ്റ്സിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നെഗ്ലിജിബിൾ ആണെന്നും പറഞ്ഞ് നമുക്ക് കൊടുക്കാം. അല്ല നിങ്ങൾക്ക് അങ്ങനെയല്ല കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫോർമുല ഉണ്ട്. എന്താണ് BDQ/12. ഓക്കെ, നമുക്ക് ബ്രെഡ്ത്ത് അറിയാം, ആ ഡെപ്ത്ത് അറിയാം, ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ മതി. ഓക്കെ, സോ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ആൻഡ് വൈ ഡിസ്റ്റൻസ് നമുക്ക് എത്രയാണെന്ന് അറിയാമായിരിക്കുമല്ലോ. വൈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ ഒരു ഫിഗറിൽ ഞാൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ സെൻട്രോയിഡൽ ആക്സിസ് തൊട്ട് എക്സ്ട്രീം ഫൈബർ വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു ഡിസ്റ്റൻസിനാണ് നമ്മൾ വൈ എന്ന് പറയുന്നത് അല്ലേ. സോ ടോട്ടൽ ഇതൊട്ട് ഇതുവരെ 20 ഉണ്ട്. ആൻഡ് ഇതൊട്ട് ഇതുവരെ എത്രയായിരിക്കും? 450 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൊത്തത്തിൽ 450 ആയിരുന്നു. സോ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 450 ഡിവൈഡഡ് ബൈ 2 ആണ്. പ്ലസ് മുകളിലോട്ട് എത്രയുണ്ട്? ഒരു 20 mm കൂടി ഉണ്ട്. ഓക്കെ, സോ അതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് IZZ എന്ന് പറയുന്നത്. IZZ ഈക്വൽ ടു IZZ ഓഫ് ISMB y ഈസ് ഈക്വൽ ടു 225 + 20. സോ അതിന് ശേഷം എന്താണ് MD ലെസ് ദാൻ 1.2 ഇൻറ്റു ZD FY/Γ M0 ആയിരുന്നു. ആ ഇക്വേഷനിൽ നമുക്ക് 1.2 ZD FY/Γ M0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അപ്പം MD ലെസ് ദാൻ ആണെങ്കിൽ സേഫ് എന്ന് പറഞ്ഞു. ഓക്കെ, സോ ആ ഒരു കണ്ടീഷനും കഴിഞ്ഞു. ഇവിടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയിൽ എടുക്കുന്നതിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ വീഡിയോ നോക്കുക, അല്ലെങ്കിൽ വന്ന് ചോദിച്ചാലും മതി. ഓക്കെ, സോ അടുത്തത് ചെക്ക് ഫോർ ഡിഫ്ലക്ഷനാണ്. ഓക്കെ, ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയായിരുന്നു നമ്മുടെ പെർമിസിബിൾ ഡിഫ്ലക്ഷൻ എന്തായിരുന്നു? വാല്യൂ സിംപ്ലി സപ്പോർട്ടഡ് L/300 ആണ്. L നമുക്ക് 10 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. സോ 10 × 10³/300 എന്ന് കിട്ടും. അത്രയും mm ആണ്. ആൻഡ് മാക്സിമം ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം 5W L⁴ ഡിവൈഡഡ് ബൈ 384 EI എന്ന് പറയുന്നത്. ഓക്കെ, സോ അവിടെ നമുക്ക് E എന്ന് പറയുന്നത് 2 × 10⁵ ആണ്. I എന്ന് പറയുന്നത് നമ്മുടെ IZZ ആയിരിക്കും. L എന്ന് പറയുന്നത് നമ്മുടെ ലെങ്ത് ആയിരിക്കും. ആൻഡ് W എന്ന് പറയുന്നത് ലോഡ്. എന്ത് ലോഡാണ് നമുക്ക് ഈ ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? വർക്കിംഗ് ലോഡാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, വർക്കിംഗ് ലോഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ഫാക്ടേർഡ് ലോഡല്ല. സോ വർക്കിംഗ് ലോഡ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? നമുക്ക് തന്നിരിക്കുന്ന ഫാക്ടേർഡ് ലോഡാണ്. സോ ഫാക്ടേർഡ് ലോഡ് ഡിവൈഡഡ് ബൈ 1.5 ചെയ്താൽ മതി. ഓക്കെ,
സോ അതവിടെ അപ്ലൈ ചെയ്തു. അപ്പം നമ്മുടെ മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ പെർമിസിബിൾ ഡിഫ്ലക്ഷൻ ആണെന്നുണ്ടെങ്കിൽ സേഫാണ് അല്ലേ. സോ ലാസ്റ്റ് ഒരു ചെക്കും കൂടെ ചെയ്യണം, ചെക്ക് ഫോർ വെബ് ക്രിപ്ലിംഗ്. ആ ഇക്വേഷൻ നമ്മൾ എഴുതുന്നു, അതിൽ അൺനോൺ ആയിട്ടുള്ള ടേംസ്. ഓക്കെ, B1 എന്ന് പറഞ്ഞാൽ എന്താണ്, എൻഡ് ബിയറിങ്, അത് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 75 mm ആണെന്നുള്ളത്. ആൻഡ് N2 എന്ന് പറയുന്നത് 2.5 × TF + R1. അത് നമുക്ക് എല്ലാ വാല്യൂസും TFും R1ഉം എല്ലാം അറിയാം. FYW എന്ന് പറയുന്നത് 250 ആണ്, ഗാമ M0 എന്ന് പറയുന്നത് 1.1 ആണ്. സോ ആ വാല്യൂ കണ്ടുപിടിക്കുക. അത് VAയേക്കാൾ FW എന്ന് പറയുന്നത് ക്യാപിറ്റൽ VAയേക്കാൾ വലുതാണെന്നുണ്ടെങ്കിൽ, FW ഗ്രേറ്റർ ദാൻ V ആണെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ സേഫ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ആ പ്രോബ്ലം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്, കുറച്ച് കാൽക്കുലേഷനാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, സോ എന്തായാലും ഇതെന്ത് ചെയ്യുക, നോക്കി വയ്ക്കുക. ആൻഡ് ഇത് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ലാറ്ററലി സപ്പോർട്ടഡും ലാറ്ററലി അൺസപ്പോർട്ടഡും നന്നായിട്ട് പഠിക്കുമെങ്കിലേ ഇത് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, സോ നിങ്ങളുടെ ബീമിൻ്റെ പോർഷൻ കഴിഞ്ഞു. നിങ്ങൾക്ക് ബീമിൽ ലാറ്ററലി സപ്പോർട്ടഡും ലാറ്ററലി അൺസപ്പോർട്ടഡ് ബീംസ് ആൻഡ് കോമ്പൗണ്ട് ബീംസ്, ഇത് മൂന്നിൻ്റെ ഡിസൈനാണ് ഉണ്ടായിരുന്നത്. അത് മൂന്നും കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് രണ്ട് സംഭവങ്ങളുടെ ഡിസൈനും കൂടെ ഉള്ളൂ. ഒന്ന് പ്ലേറ്റ് ഗ്രിഡേഴ്സും ആൻഡ് സ്റ്റിഫ്നേഴ്സും. ഇത് രണ്ടെണ്ണത്തിൻ്റെ സ്റ്റിഫ്നേഴ്സ് എന്ന് പറയുന്നത് ഗ്രിഡേഴ്സിൽ വരുന്ന ഒരു പാർട്ടാണ്. അതിൻ്റെയും കൂടെ രണ്ടിൻ്റെയും കൂടെ ഡിസൈൻ കഴിയുമ്പോഴത്തേക്ക് ഈ മൊഡ്യൂൾ കഴിയും. ഓക്കെ, സോ ആദ്യം ഞാൻ ഇന്ന് എന്താണ് ഈ സ്റ്റിഫ്നേഴ്സും എന്താണ് ഈ പ്ലേറ്റ് ഗ്രിഡേഴ്സ് എന്നും പറഞ്ഞുതരാം. അപ്പം അതായത് നമ്മൾ പ്ലേറ്റ് ഗ്രിഡേഴ്സ് എന്ന് വെച്ചാൽ ഈ ഒരു സംഭവമാണ് പ്ലേറ്റ് ഗ്രിഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ കൊടുത്തിരിക്കുന്നത്, അതായത് നമ്മളിത് ബ്രിഡ്ജസിലും ഈ റെയിൽവേ ബ്രിഡ്ജസിലൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പം ഒരു റിവറിൻ്റെ മുകളിൽ കൂടെ നമ്മൾ റെയിൽവേ ബ്രിഡ്ജ് കെട്ടുവാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇതുപോലത്തെ ഐ സെക്ഷൻ ഒരു പ്ലേറ്റാണ്. ആക്ച്വലി ഐ സെക്ഷൻ്റെ രൂപത്തിലിരിക്കുന്ന വലിയൊരു പ്ലേറ്റാണ് അത്. സോ അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലേറ്റ് ഗ്രിഡേഴ്സ് എന്ന് പറയുന്നത്. അതായത് മുകളിലൊരു ഇതൊരു ഐ സെക്ഷൻ്റെ ആണല്ലോ ഇരിക്കുന്നത്. ഇങ്ങനെ ബാക്കിലോട്ടൊരു ഐ സെക്ഷൻ്റെ രൂപത്തിലാണ് ഇരിക്കുന്നത്. ആൻഡ് മുകളിലൊരു പ്ലേറ്റ്, താഴെ ഒരു പ്ലേറ്റ്, നടുക്കൊരു പ്ലേറ്റ്, അങ്ങനെയാണത് വെച്ചിരിക്കുന്നത്. ഐ സെക്ഷൻ്റെ രൂപത്തിൽ 3 പ്ലേറ്റ്സ് അടുക്കിയിരിക്കുന്നതാണ് പ്ലേറ്റ് ഗ്രിഡേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ഗ്രിഡേഴ്സിൽ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഇതുപോലെയാണ് ഗ്രിഡർ ഇരിക്കുന്നത്. ഓക്കെ, സോ ഈ ഗ്രിഡേഴ്സിൽ നമ്മൾ പറയുന്നൊരു പോയിൻ്റ് എന്ന് വെച്ചാൽ ഈ ഒരു ഡെപ്ത് ഇല്ലേ, അതായത് നമ്മുടെ ഈ ഡെപ്ത് ഇൻക്രീസ് ചെയ്യും തോറും, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫ്ലാഞ്ചസ് ഇൻക്രീസ് ചെയ്യും തോറും. ഓക്കെ, അതായത് ഐ സെക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഐ സെക്ഷനാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലാഞ്ച് എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ വെബ് ഇൻക്രീസ് ചെയ്യുക എന്നാണ് അർത്ഥം, അല്ലെ, വെബിൻ്റെ ഡെപ്ത് ഇൻക്രീസ് ചെയ്യുക എന്നാണ് അർത്ഥം. സോ ഒത്തിരി ഡെപ്തിൽ വെബ് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കാറുണ്ട്, വെബിന് ബക്ലിംഗ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്, മുകളിലും താഴെയായിട്ട് ഐ സെക്ഷൻ്റെ 2 ഫ്ലാഞ്ചസ് ഉണ്ട്. അപ്പം ഈ ഫ്ലാഞ്ചസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഫ്ലാഞ്ചസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുകയെന്ന് വെച്ചാൽ എന്താണ്, അതായത് ഫ്ലാഞ്ചസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഓക്കെ, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ഇൻക്രീസ് ആവുക എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേറ്റ് ഇങ്ങനെ ഇരിക്കുന്നു. അതായത് വെബിൻ്റെ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് കൂടുകയാണ് ചെയ്യുന്നത്. സോ വെബിൻ്റെ ലെങ്ത് കൂടുക എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുക, വെബിന് ബക്ലിംഗ് സംഭവിക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, സോ ആ വെബിൻ്റെ ബക്ലിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യും, സ്റ്റിഫ്നേഴ്സ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സ്റ്റിഫ്നേഴ്സ് എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മളിതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പ്ലേറ്റ്സ് ട്രാൻസ്വേഴ്സ് ആയിട്ടും ലോങ്ങിറ്റ്യൂഡിനലായിട്ടും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിനെയാണ് നമ്മൾ സ്റ്റിഫ്നേഴ്സ് എന്ന് പറയുന്നത്. സോ രണ്ടിൻ്റെയും ഡിസൈൻ നമുക്ക് ഉണ്ട്, ഗ്രിഡേഴ്സിൻ്റെ ഡിസൈനും ഉണ്ട്, ഇതിൻ്റെ സ്റ്റിഫ്നേഴ്സിൻ്റെ ഡിസൈനും ഉണ്ട്. ഓക്കെ, സോ ഇതാണ് സ്റ്റിഫ്നേഴ്സ്. ഓക്കെ, സ്റ്റിഫ്നേഴ്സ് ആൻഡ് പ്ലേറ്റ് ഗ്രിഡേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് മൊത്തത്തിൽ പ്ലേറ്റ് ഗ്രിഡേഴ്സ് ഈ ഇടയ്ക്ക് ഇങ്ങനെ കൊടുക്കുന്ന ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഉണ്ട്, ഇതുപോലെ ഇങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ട്രാൻസ്വേഴ്സ് ആയിട്ടും. ഓക്കെ, നിങ്ങൾ ട്രാൻസ്വേഴ്സ് ആയിട്ടും അതുപോലെ എന്തായിട്ടും ലോങ്ങിറ്റ്യൂഡിനലായിട്ടും ഇങ്ങനെ പ്ലേറ്റ്സ് പ്രൊവൈഡ് ചെയ്യും അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. സോ അതിനെയാണ് നമ്മൾ സ്റ്റിഫ്നേഴ്സ് എന്ന് പറയുന്നത്. മൊത്തമുള്ള സെക്ഷനെ പ്ലേറ്റ് ഗ്രിഡേഴ്സ് എന്നും പറയും. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് ഈ പ്ലേറ്റ് ഗ്രിഡറിൻ്റെ ഡിസൈൻ പഠിക്കാം. അത് കഴിഞ്ഞിട്ടൊരു ക്ലാസ് കൊണ്ട് നമുക്ക് സ്റ്റിഫ്നേഴ്സിൻ്റെ ഡിസൈനും കൂടെ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, സോ താങ്ക് യു.